നൃപൻ, കോൺഗ്രസിൽ വയോധികരായ നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. അവർക്കെല്ലാം തന്നെ മത്സരിക്കാനുള്ള ആഗ്രഹം ശക്തമായുണ്ട്. മുല്ലപ്പള്ളി, ഒപ്പം തന്നെ കെ സുധാകരൻ അടക്കമുള്ളവർ. തിരുവഞ്ചൂരിനും ഈ പ്രായപരിധിയുടെ ഇളവിൽ ബാധകമാണോ നൃപൻ? ഷമ്മി, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട്. അത് മാനദണ്ഡം സംബന്ധിച്ച തർക്കമാണ് ഇപ്പോൾ പ്രധാനമായ ആശയക്കുഴപ്പമുള്ളത്. ഒന്ന്, എം പിമാർ മത്സരിക്കണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. നമ്മൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടക്കം അടൂർ പ്രകാശ് UDF കൺവീനറോടക്കം ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് വന്നത്. അടൂർ പ്രകാശിനെ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആന്റോ ആന്റണിക്ക് മത്സരിക്കുന്ന ആഗ്രഹമുണ്ട്, കൊടിക്കുന്നിൽ സുരേഷിന് ആഗ്രഹമുണ്ട്, കെ സുധാകരന് ആഗ്രഹമുണ്ട്. അത് ഒരു തലത്തിൽ അതേ തർക്കം തുടരുന്നു. ഇക്കാര്യത്തിലെ മാനദണ്ഡം AICC ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല, ഒരു അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി പറയുന്ന 50% യുവാക്കൾക്ക് മത്സരിക്കാനുള്ള അവസരം നൽകണമെന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ പ്രായപരിധി 70 വയസ്സായിരിക്കണം, ഏറിയാൽ 75 വയസ്സ്, അതിന് മുകളിലോട്ടുള്ളവരെ മത്സരിപ്പിക്കരുത് എന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അത് നടപ്പിലാക്കിയാൽ കേരളത്തിൽ ഒരു നിര നേതാക്കൾ ഇപ്പോൾ മത്സരിക്കാൻ ഉടുപ്പ് തയ്പ്പിച്ചു വെച്ച് കാത്തിരിക്കുന്ന, മണ്ഡലങ്ങളിൽ അനൗദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച ഒരു നിര നേതാക്കൾക്ക് അവസരം നഷ്ടമാകും. അതായത് അവരെ മാറ്റി നിർത്തേണ്ടി വരും. ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത് നേരത്തെ ഷമ്മി ചോദിച്ച് നിർത്തിയതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള നേതാക്കളാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇളവ് നൽകും എന്നതാണ്. കെ സുധാകരൻ നേരത്തെ തന്നെ സംഘടനയുമായി കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയ ശേഷം അതിനുശേഷം അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം. അതുകൊണ്ട് സുധാകരൻ അങ്ങനെ കൈകാര്യം ചെയ്തേ മതിയാവുള്ളൂ. എന്നാൽ സുധാകരനും ഇളവ് നൽകും. അദ്ദേഹത്തിന് പ്രായപരിധിയിൽ ഇളവ് നൽകും. MP എന്ന പദവിയിലും അത് MP ആയിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം നൽകും. ബാക്കിയുള്ള ഒരു നിര നേതാക്കളുണ്ട്. അവർക്കെല്ലാം അവസരം കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ശക്തമായ വാദം ഉന്നയിച്ചിട്ടുള്ള 2 നേതാക്കൾ തിരുവനന്തപുരത്ത് തന്നെ അവർ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്, അരുവിക്കര മണ്ഡലത്തിൽ എം ഹസൻ, അദ്ദേഹം UDFൻ്റെ കൺവീനറായിരുന്നു മുൻപ്, ഒപ്പം തന്നെ KPCC അധ്യക്ഷനായിരുന്നു, A വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്. മറ്റൊന്ന് N ശക്തനാണ്. ശക്തനും അതുപോലെ തന്നെയാണ്, മുൻ മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, തിരുവനന്തപുരം DCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം DCC പദവി ഒഴിയാൻ തന്നെ ഒരു ഘട്ടത്തിൽ സന്നദ്ധമായി. ഒഴിയുന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം നേതാക്കളെ അറിയിച്ചത് തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ഓടിപ്പോയി മത്സരിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു, അതുകൊണ്ട് നെയ്യാറ്റിൻകര മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ AICCയുടെ സംഘടന കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയോട് തന്നെ അദ്ദേഹം ഇത് പറഞ്ഞു. അപ്പോൾ ദീപാദാസ് മുൻഷി ഒരു ഉറപ്പൊന്നും നൽകിയില്ല, തൽക്കാലം ഈ പദവിയിൽ തുടരൂ എന്ന നിർദ്ദേശമാണ് നൽകിയത്. പക്ഷേ അദ്ദേഹവും നെയ്യാറ്റിൻകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹത്തിനും എം ഹസനുമൊക്കെ 75 കഴിഞ്ഞു, 80ഓളം അടുത്തു. എം ഹസന് 78 വയസ്സുണ്ട്. ഈ ശക്തനും ഏകദേശം അതിന് തുല്യമായ പ്രായമുണ്ട്. അങ്ങനെ പ്രായപരിധിയിൽ ഇവർക്ക് 2 പേർക്ക് ഇളവ് വേണമെന്ന് പറയുന്നു. പക്ഷേ യുവജന വിഭാഗം നേതാക്കളൊക്കെ തന്നെ പൂർണ്ണമായി ഇക്കാര്യത്തിൽ എതിരാണ്. തങ്ങളുടെ അവസരം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മുൻപേ നിരന്തരം മത്സരിക്കുന്ന പ്രായാധിക്യമുള്ള നേതാക്കളെ കൊണ്ട് തങ്ങളുടെ അവസരം ഒഴിവാകുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ മാനദണ്ഡങ്ങൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലിക്കണമെന്ന ഉറച്ച ശബ്ദത്തിൽ യുവജന വിഭാഗം നേതാക്കൾ പറയുന്നു.